സ്റ്റാർ സിംഗർ സീസൺ 10-ൻ്റെ 26ാമത് എപ്പിസോഡിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. മഹാഗുരു ചിത്രചേച്ചിയുടെ കൈക്ക് വീഴ്ചയിൽ ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും സീസൺ 9 താരങ്ങൾ എത്തുന്ന എപ്പിസോഡ് ആയതുകൊണ്ടാണ് ചേച്ചി എത്തിയിട്ടുള്ളത്. സീസൺ 9-ൽ കോൺവെൻറ്റ് സ്കൂളിൽ ഉണ്ടായിരുന്ന താരങ്ങൾ വിധു പ്രതാപിനൊപ്പവും സീസൺ 9-ലെ ഗുരുകുലത്തിലുണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് സിത്താരയ്ക്കൊപ്പവുമാണ് ഗ്രാൻഡായി എൻട്രി ചെയ്യുന്നത്. ഈ ഷോ ഹോസ്റ്റ് ചെയ്യാനായി കോൺവെൻറ്റ് സ്കൂളിന് വേണ്ടി വർഷയും ഗുരുകുലത്തിന് വേണ്ടി മിഥുനും എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ ടോസ് ചെയ്ത് ഗുരുകുലത്തിനാണ് ടോസ് ലഭിച്ചത്. ഗുരുകുലം തന്നെ ആദ്യം പെർഫോം ചെയ്യാൻ തീരുമാനിച്ചു. ഈ എപ്പിസോഡ് മുതൽ ദിവ കൃഷ്ണയുടെ പാട്ടുവർത്തമാനം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ പാട്ടുകളെക്കുറിച്ചും ദിവ കൃഷ്ണ ഡീറ്റെയിൽ ആയി തന്നെ പറയുന്നുണ്ട്. മൂന്നാം ഘട്ട മത്സരത്തിലെ ആദ്യ റൗണ്ട് തന്നെ ജൂനിയേഴ്സ് വേഴ്സസ് സീനിയേഴ്സ് ആണ്. ആദ്യത്തെ കോംബോ വരുന്നത് ദിശയും ഗായത്രിയുമാണ്. കഴിഞ്ഞ വർഷത്തെ റണ്ണേഴ്സ് അപ്പ് കൂടിയാണ് ദിശ. ദിശയ്ക്കൊപ്പം ഗായത്രി പാടുന്നത് കാക്കക്കുയിൽ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ മേഘരാഗം നിറുകിൽ തൊട്ടു എന്ന ഗാനമാണ്. അതിമനോഹരമായ രീതിയിൽ മത്സരിച്ചു പാടി ഇവർ നേടിയെടുത്തത് 99 മാർക്കാണ്. അടുത്ത കോംബോ വരുന്നത് ശ്രീരാഗും വിധുരാജും കൂടിയാണ്. കാതലൻ എന്ന സൂപ്പർ ഹിറ്റ് തമിഴ് ചിത്രത്തിലെ AR റഹ്മാൻ സർ ഈണം നൽകിയ കാതലിക്കും പെണ്ണിൻ കൈകൾ എന്ന മനോഹരമായ SPB സാറിൻ്റെ സോങ് ആണ് പാടിയിട്ടുള്ളത്. കഴിഞ്ഞ സീസണിലൂടെ ഏറ്റവും അധികം പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ശ്രീരാഗ് കൂടി വിധുവിനെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയപ്പോൾ അതിമനോഹരമായ ഈ ഗാനത്തിന് 99.5 മാർക്കാണ് ലഭിച്ചത്. അടുത്തതായി വേദിയിൽ അവതരിപ്പിക്കുന്നത് സിത്താര കൃഷ്ണകുമാറും കഴിഞ്ഞ വർഷത്തെ ടൈറ്റിൽ വിന്നറായിട്ടുള്ള അരവിന്ദും ചേർന്ന് നരിവേട്ടയിലെ മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകെ എന്ന അതിമനോഹരമായ ഗാനമാണ് പാടിയത്. അടുത്തതായി പാടാനെത്തുന്ന കോംബോ ഭവിനും ദിൽരാജും ചേർന്നാണ്. മില്ലേനിയം സ്റ്റാർസ് എന്ന ചിത്രത്തിലെ പറയാൻ ഞാൻ മറന്നു എന്ന ഹിന്ദുസ്ഥാനി ടച്ചുള്ള ഗാനം രണ്ടുപേരും കൂടി മത്സരിച്ച് തന്നെയാണ് പാടിയത്. ഈ പാട്ട് അതിമനോഹരമായി അവതരിപ്പിച്ചതിന് 99.5 മാർക്ക് ദിൽരാജിന് ലഭിച്ചു. ഈ എപ്പിസോഡിൽ അവസാനമായി പാടാനെത്തുന്ന കോംബോ ബൽറാമും ശ്രീലക്ഷ്മിയുമാണ്. കമലദളം എന്ന സൂപ്പർ ഹിറ്റ് മലയാള ചിത്രത്തിലെ പ്രേമോദാരനായി അണയൂ നാഥ എന്ന ഗാനമാണ് ഇവർ രണ്ടുപേരും ചേർന്ന് മനോഹരമായി അവതരിപ്പിച്ചത്. ഈ ചിത്രത്തിൽ മനോഹരമായി നൃത്തം ചെയ്ത മോനിഷയെ എല്ലാവരും ഓർക്കുകയുണ്ടായി. മനോഹരമായി ചിത്രീകരിച്ച ഈ ഗാനത്തിന് 98 മാർക്കാണ് ശ്രീലക്ഷ്മിക്ക് ലഭിച്ചത്. ഗുരുകുലം നേടിയത് 198.5 മാർക്കാണ്. കോൺവെൻറ്റ് സ്കൂളിന് ലഭിച്ചതോ 197.5. ഗുരുകുലമാണ് ഇത്തവണത്തെ വിന്നർ. ഈ എപ്പിസോഡിലെ AI ആക്യുറേറ്റ് സിംഗറായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ദിൽരാജിനെയാണ്. ഇതിലേത് കോംബോയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാമോ? എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.